So one finger. One finger, one finger. One finger, one finger. Okay, thank you. Hi, I'm happy welcoming all of you. Thank you. Thank you. Bye. Thank you. Thank you. Thank you. Very good morning to all. എല്ലാവരും കേറിയോ? Good morning, Good ma'am. morning. Morning, ma'am. Morning. Morning. Morning, ma'am. ഇന്നൊരു പീരീഡ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മിസ്സിന് പകരം ഞാനായിരിക്കും എടുക്കുന്നത്. അശ്വതി മിസ് അല്ലേ ഇന്ന്? Yes, miss. ഓക്കെ. PDF കാണാമോ? Yes, ma'am. Yes, ma'am. Yes, miss. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം പറഞ്ഞില്ലേ അല്ലേ? എല്ലാം കംപ്ലീറ്റഡ് ആണ് അല്ലേ? 3 പറഞ്ഞില്ലേ? ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് വരെയും പറഞ്ഞില്ലേ? പറഞ്ഞു ma'am. Yeah, ഓക്കെ. യെസ്. നെക്സ്റ്റ് ഈ പാരഗ്രാഫ് ഒന്ന് ഒരാൾ വായിച്ചേ. ഞാൻ വായിക്കാം മിസ്. Montessori acknowledges the passive nature of the child. They go through a period of absorption from the environment and so. She gives more importance to the prepared environment. At the same time, she recognizes the strong active nature of the child, allowing children the freedom to choose their own activities voluntarily. ഓക്കെ. യെസ്. മോണ്ടിസോറി ഇവിടെ എന്താ പറയുന്നത്? കുട്ടികളുടെ പാസീവ് നേച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് പാസീവ് നേച്ചർ എന്ന് പറഞ്ഞാല്? കുട്ടികൾക്ക് എങ്ങനെയുള്ള ഒരു സ്വഭാവമാണുള്ളത്? ഇങ്ങനെയുള്ള ഒരു നേച്ചറാണ് പാസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായ സ്വഭാവം. അതായത് ഒരേപോലെ തന്നെയായിരിക്കും അവർ പോകുന്നത്. എല്ലാവരുടെ ലൈഫിൽ എന്താണ് ഒരേ സ്വഭാവമായിരിക്കില്ല അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. അവരിങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ഇമോഷൻസും അതുപോലെ തന്നെ മൈൻഡൊക്കെ ഇങ്ങനെ ക്വിക്ലി പെട്ടെന്ന് തന്നെ എന്താണ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു നേച്ചർ ആയിരിക്കും എന്റെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. എന്താണ് പാസീവ് നേച്ചർ എന്ന് പറയുന്നത് അല്ലെ? നിഷ്ക്രിയ സ്വഭാവക്കാരായിരിക്കും കുട്ടികൾ. ഓക്കെ. അപ്പൊ മോണ്ടിസോറി കുട്ടികളുടെ ഒരു പാസീവ് നേച്ചറിനെ അംഗീകരിച്ചുകൊണ്ടാണ് മോണ്ടിസോറി സംസാരിക്കുന്നത്. മോണ്ടിസോറി acknowledges the passive nature of the child. They go through a period of absorption from the environment and so she gives more importance to the prepared environment. അതായത് മോണ്ടിസോറി എന്താ പറയുന്നത്? കുട്ടികള് നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് കുറെ കാര്യങ്ങൾ അബ്സോർവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലെ? അതായത് പരിസ്ഥിതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവര് അബ്സോർവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അത് ഗ്രഹിച്ച് പഠിക്കുന്നവര് എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കുന്നവര്. അതിൽ നിന്ന് ഒരുപാട് കുട്ടികള് കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെയാണ് കുഞ്ഞുങ്ങള് എന്താ ഓരോ കാര്യങ്ങൾ അവരെ പഠിക്കുന്നത്. ഓക്കെ. She gives more importance to the prepared environment. പിന്നെന്താ പറയുന്നത്? എന്തിനാണ് മോണ്ടിസോറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? എൻവയോൺമെന്റുമായിട്ട് പറഞ്ഞോളൂ. എന്തിനാണ് മോണ്ടിസോറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? Environment. പരിസ്ഥിതിയിലേക്ക് പ്രിപ്പയർഡ് ആകാനായിട്ട് കുട്ടികൾ പരിസ്ഥിതിയോട് ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള ഒരു പഠനത്തിലും എല്ലാ തരത്തിലും അതായത് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ഭാവമാണ് കുട്ടികളിൽ മോണ്ടിസോറി കാണുന്നത്. അതായത് അവര് പറയുന്നത് എന്താണ്? പരിസ്ഥിതിയിൽ നിന്ന് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അബ്സോർവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഷി ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ദ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റുമായി ഇഴകിച്ചേർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിലാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. At the same time, she recognized the strong active nature of the child. അതേസമയം മറ്റൊരു കാര്യം കൂടി മോണ്ടിസോറിയുടെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ്? സ്ട്രോങ് ആക്റ്റീവ് ഓഫ് ദ ചൈൽഡ്.
ആക്റ്റീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്. അതെന്താണ് സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്? അവരുടെ ആക്ടിവിറ്റി ഒക്കെ നല്ല ചിന്താഗതിയൊക്കെ നല്ലതായിരിക്കും അല്ലെ, അവരുടെ നേച്ചർ വളരെയധികം ഉത്സാഹപൂർണമായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും അവരുടെ കുട്ടികൾ. യെസ്. അപ്പൊ അതിനൊരുപാട് എന്താണ്, അങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി വളരണമെങ്കിൽ എന്താണ്, കൂടുതലും പ്രകൃതിയോട് ചേർന്ന് എൻവയോൺമെന്റ് ഇഴകി ചേർന്നുള്ള ആക്ടിവിറ്റിയിൽ മുഴുകിയാൽ മാത്രമേ അവൻ എന്താണ് ആ ഒരു സ്ട്രോങ് നേച്ചർ കിട്ടുകയുള്ളൂ. allowing children the freedom to choose their own activities voluntarily. അപ്പൊ ഒരു സ്ട്രോങ് ആക്റ്റീവ് ആവണമെങ്കിൽ, സ്ട്രോങ് ആക്റ്റീവ് നേച്ചർ കുട്ടിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്? ഒരു ഫ്രീഡം അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കണം. അവരുടേതായ ആക്ടിവിറ്റീസുകൾ ചെയ്യാനായിട്ട് അവർക്ക് എന്താണ് പൂർണ്ണമായിട്ടുള്ള, അതായത് എങ്ങനെയുള്ള ആക്ടിവിറ്റീസ്? ഫ്രീഡം ചൂസ് ദെയർ ഓൺ ആക്ടിവിറ്റീസ് വോളണ്ടറിലി. അതായത് വൈവിധ്യമാർന്നിട്ടുള്ള എന്താണ് പലതരം ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ ചൂസ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അതായത് കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സ്വമേധയാ തിരഞ്ഞെടുക്കാനുള്ള ഒരു അനുവാദമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അവർ ഒരേ സമയം എന്താണ് പാസീവ് നേച്ചർ കുട്ടികളുടെ ആ നിഷ്ക്രിയ സ്വഭാവത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെന്താ പറയുന്നത്? കുട്ടികളെ നേച്ചറിൽ നിന്നും അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ അബ്സോർവ് ചെയ്ത് പഠിക്കുന്നതെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് കുട്ടികളുടെ ആ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള നേച്ചറിനെ അവര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കുട്ടികൾക്ക് അവരുടെ സ്വമേധയാ പ്രവർത്തനങ്ങൾ സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള, അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് സ്വമേധയാ തിരഞ്ഞെടുക്കാനുള്ള ഒരു അനുവാദവും കൂടിയാണ് നൽകണമെന്നാണ് മോണ്ടിസോറി അക്നോളജ് ചെയ്യുന്നത്. ഓക്കെ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചാപ്റ്ററിന്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ മോണ്ടിസോറിയുടെ കുറച്ച് അഭിപ്രായങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. മിക്ക ചാപ്റ്റേഴ്സിലും അതിങ്ങനെ വരും. ഓക്കെ, യെസ്, ഓക്കെ മാം. അവിടെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, നമുക്കൊന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ വരുന്നതാണ്, കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഓരോ കുട്ടികൾക്കും ഫ്രീഡം ഉണ്ടായിരിക്കും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ. മോണ്ടിസോറി പറയുന്നതിൽ എല്ലാ കുട്ടികൾക്കും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഫ്രീഡം, ആക്ടിവിറ്റി തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? കുട്ടികള് എൻവയോൺമെന്റിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു പഠനമായിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നുമാണ് കുട്ടികൾക്ക് അബ്സോർബ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾ കിട്ടുന്നത്. ഓക്കെ, ആ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് ഒന്ന് നോക്കിയേ, മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ്. എന്താണ് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? മൈൽ സ്റ്റോൺ എന്താണ്? നാഴികക്കല്ല്. എന്താണ്? വികസനത്തിന്റെ നാഴികക്കല്ലുകളാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ച് അവന്റെ ആ ഒരു കുറച്ച് സമയമുള്ള ആ ഒരു പീരീഡ് അല്ലെ, വികസനത്തിന്റെ ആ കുറച്ച് പീരീഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ കുട്ടി ചെയ്യുന്നത്, ഏതൊക്കെ മാസം ഏതൊക്കെ പീരീഡിലാണ് എന്തൊക്കെ ആക്ടിവിറ്റീസിലൂടെ കുട്ടി കടന്നു പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്താണ്? വികസനത്തിന്റെ നാഴികക്കല്ലുകൾ. ഓക്കെ, ഫസ്റ്റ് വരുമ്പോ എന്താണ്? പീരീഡ് ഓഫ് ഓവം. പീരീഡ് ഓഫ് ഓവം എന്താണ്? പീരീഡ് ഓഫ് ഓവം? അണ്ടത്തിന്റെ കാലയളവ് അല്ലെ. ഇൻഫോർമേഷൻ. കൺസെപ്ഷൻ ടു എൻഡ് ദ സെക്കൻഡ് വീക്ക്. ഏത് കാലയളവിലാണ്? ഗർഭധാരണത്തിന്റെ ഏത് കാലയളവിലാണ്? സെക്കൻഡ് വീക്കിലാണ് അല്ലെ. സെക്കൻഡ് വീക്കിലാണ് പീരീഡ് ഓഫ് ഓവത്തിന്റെ പീരീഡ് വരുന്നത്, അതായത് അണ്ടത്തിന്റെ കാലയളവ് വരുന്നത്. പീരീഡ് ഓഫ് എംബ്രിയോ. എന്താണ് എംബ്രിയോ? എംബ്രിയോ എന്താണ്? ഭ്രൂണത്തിന്റെ കാലഘട്ടം എപ്പോഴാണ്? സെക്കൻഡ് ടു 8th വരെ അല്ലെ. രണ്ടാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ച വരെയാണ് എന്താ ഭ്രൂണത്തിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. Then tries to hold up the head steady. എന്താണ്? കുഞ്ഞിന്റെ തല ഉറക്കുന്ന സമയം എപ്പോഴാണ്? തല ഉറക്കുന്നത് 8 മാസം മുതൽ until the birth വരെ അല്ലെ. ഓക്കെ, യെസ്. Then sitting. കുഞ്ഞിരിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 2 to 5. 2 to 5. 2 മാസം മുതൽ 5 മാസം വരെയുള്ള സമയത്ത്.
Then 2 to 5 months ഇരിക്കാൻ പറ്റുമോ? എന്തോ 2 to 5 months ഇരിക്കാൻ പറ്റുമോ? ഇരുത്തില്ല നമ്മളെ ഇരിക്കുള്ള ചെറിയ കുട്ടികള് ഇരുത്താൻ സാധിക്കില്ല നമുക്ക്. വിത്തൗട്ട് സപ്പോർട്ട് തനിയെ ആവൂല. ഇരിക്കില്ലെന്നേ ഉള്ളൂ, നമ്മള് പടിയിൽ ഇരുത്തിച്ചാലിരിക്കും. സപ്പോർട്ടോടെ ഇരുത്തില്ലേ കുട്ടികളെ? ഇരിക്കും. ചില കുട്ടികൾ എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഏർലി ആയിരിക്കും, നേരത്തെ ചെയ്യും. അങ്ങനെ ഇതുവരെ ഇരുത്തിയിട്ടില്ല. ഏഹ് പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കില്ല മാഡം. 2 തൊട്ട് 5 മാസം വരെ ഒറ്റയ്ക്ക് ഇരിക്കില്ല, സപ്പോർട്ട് ചെയ്ത് കൊടുത്താലും ഇരിക്കും. ആ, നമ്മള് മടിയിലെല്ലാം ഇരുത്തിച്ചാൽ ഇരിക്കുന്ന 5 പ്രായം. മാസത്തിനുള്ളില് ഇപ്പൊ നമ്മള് ചോറൂണെന്നൊക്കെ പറയുമ്പോ ഒരു 6 മാസം ആകുമ്പോഴേക്കും ചോറ് കൊടുക്കുന്ന സമയമാവില്ലേ? 5 മാസത്തിലാണ് കുട്ടികളും 6 മാസത്തിലല്ലേ പെൺകുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നത്. ഒരു 6 മാസമൊക്കെ ആവുമ്പോഴല്ലേ മിസ് നടു ഉറക്കുള്ളൂ. അത് ബാക്ക്ബോൺ കുട്ടികളെ ഇരുത്താൻ പറ്റും നമുക്ക്. അവിടെ ഇരുന്നോടുന്നു ഇല്ലേ, മടിയിൽ ഇരിക്കും. നമ്മുടെ സപ്പോർട്ടോടെ ഇരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു വട്ടം ഇരിക്കാതല്ലേ പറയാ. വട്ടം ഇടിക്കും ചില കുഞ്ഞുങ്ങള്. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ഏത് മാസത്തിലാണ്? 8 to 12 months വരെ അല്ലെ? സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് 8 മാസം മുതൽ 12 മാസം വരെ. നമ്മൾ ക്രൗളിംഗ് പറഞ്ഞില്ലല്ലോ. ക്രൗളിംഗ് എന്താണ്? കുഞ്ഞിഴഞ്ഞു നീങ്ങുന്നത്. ക്രൗളിംഗ് എന്താണ്? ഇഴഞ്ഞു നീങ്ങൂല കുഞ്ഞുങ്ങളെ. കുഞ്ഞുങ്ങളെ ഇഴഞ്ഞു പോകുന്നത്. അപ്പൊ എത്ര മാസം മുതലാണ്? 5 മുതൽ 8 മാസം വരെയുള്ള ഒരു കാലഘട്ടത്തില്. Then standing with the support 8 to 12 months. Then walking. ഇനി നടക്കുന്നത് എപ്പോഴാണ്? നടന്നു തുടങ്ങുന്നത് 11 to 14 months. to 14 months. Okay. Then standing with the support can climb stairs. Stairs ഒക്കെ ചാടിക്കായിരുന്നു. അല്ലെങ്കിൽ stairs ഒക്കെ പിടിച്ചു കയറുന്നത് ഏത് സമയത്താണ്? 13 to 15 months. 15 months അല്ലേ? Okay. Then running. കുഞ്ഞോടി തുടങ്ങുന്നത് എപ്പോഴാണ്? 15 to 18 months. 18 months. Okay. അപ്പൊ ഈ ഒരു പ്രോസസ്സ് മിക്ക അല്ലെ എല്ലാ കുട്ടികളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മൈൽസ്റ്റോൺ നമ്മുടെ ലൈഫിന് ആ വികസനത്തിന് നാഴികക്കല്ല് എന്ന രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പ്രധാനപ്പെട്ട മൂവ്മെന്റ്സുകൾ തന്നെയാണ് അല്ലെ. ഫസ്റ്റ് കുഞ്ഞിന് ആ ഒരു ഗർഭധാരണം തുടങ്ങി ഭ്രൂണം ഉണ്ടാകുന്നത് വരെ, പിന്നെ അതിന് ശേഷമുള്ള കുഞ്ഞിന്റെ ഓരോ ഡെവലപ്മെന്റ്സ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനെ മൈൽസ്റ്റോൺ എന്ന രീതിയിൽ അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതിൽ ഈ ഭാഗത്ത് വല്ല സംശയമൊന്നുമില്ലല്ലോ? അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമുക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നത്? നമ്മളൊക്കെ എങ്ങനെയുണ്ടായി? നമ്മളൊക്കെ എങ്ങനെയാണ്? ഒരു സെൽ പിന്നെ എഗ് ഫോർമേഷൻ ആവും, പിന്നെ then into a single cell baby ആവും. യെസ്, ഓക്കെ. അപ്പൊ നോക്കാം. Life begins at conception with a sperm cell from the father fertilized with an egg from the mother, choose from a single cell called zygote. നമ്മളുടെയൊക്കെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നുമാണ് ഫാദറിന്റെ നിന്നും മദറിന്റെ എഗ്ഗിൽ നിന്നും പച്ചക്കറി ബീജത്തിൽ നിന്നും അമ്മയുടെ അണ്ടത്തിൽ നിന്നുള്ള ഒരു സിംഗിൾ സെൽ ഇപ്പൊ തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്ത് തമ്മിൽ സംയോജിച്ചതിനു ശേഷമാണ് ഒരു സിംഗിൾ സെൽ ആയിട്ട് രൂപപ്പെടുന്നത്. അതിനെ നമ്മള് സൈഗോട്ട് എന്ന് പറയും അല്ലെ? സൈഗോട്ട് എന്നല്ലേ പറയുന്നത്? സിക്താണ്ഡം എന്ന് മലയാളത്തിൽ പറയും അല്ലെ? സൈഗോട്ടിന് സിക്താണ്ഡം എന്നൊരു ഒറ്റ കോശം രൂപപ്പെടുന്ന ഒരു സിംഗിൾ സെൽ. മലയാളത്തിൽ പറയാം സിക്താണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നുമാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സിക്താണ്ഡം എഴുതിയോ? ബീജകോശവും അമ്മയിൽ നിന്നുള്ള അണ്ടവും കൂടി ചേർന്ന് ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് എന്താ ഒരു സിംഗിൾ സെൽ രൂപപ്പെടുന്നത്. അതിനെ നമ്മള് സൈഗോട്ട് എന്ന് പറയുന്നു. അതിനെ അല്ലെങ്കിൽ സിക്താണ്ഡം എന്നൊരു ഏകകോശം രൂപപ്പെടുന്നു. Okay, the zygote, which is a fertilized cells, contains 46 chromosomes. The mother and father contribute 23
ഈച്ച് എന്നാണ് കേട്ടോ. അവിടെ EAC എന്ന് മാത്രമേ ഉള്ളൂ, അവിടെ H വരുന്നുണ്ട്. ഈച്ച് ഉണ്ടോ? PDF കാണുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. Yes, ma'am. എന്താ പറയുന്നത്? സൈഗോട്ട് വിച്ച് ഇസ് എ ഫെർട്ടിലൈസ്ഡ് സെൽ. സൈഗോട്ട് എന്ന ഫെർട്ടിലൈസ്ഡ് സെല്ലിൽ എത്ര ക്രോമസോംസുകളാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? എത്ര ക്രോമസോമുകൾ? 46 chromosomes. 46 ക്രോമസോമുകൾ. അതില് 23 ആരുടെയാണ്? മദറിൽ നിന്നും 23 ഫാദറിൽ നിന്നും. 23 അച്ഛന്റെയും 23 ആരുടെയാണ്? അമ്മയുടെയും. അവർ തമ്മിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് 46 ക്രോമസോമുകൾ ആ ഒരു സെല്ലിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ 46 ക്രോമസോമിൽ നിന്നും എന്തോ സിനി പറഞ്ഞോളൂ. അപ്പൊ 46 ക്രോമസോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കൂടുതലായിരിക്കുമ്പോ കൂടുതൽ അച്ഛന്റെ ആയിരിക്കുമോ ജനിതകമായിട്ട് കുട്ടിക്ക് കൂടുതൽ കിട്ടുക? എന്താ 40 സ്വഭാവങ്ങളും എല്ലാതും സംഭവങ്ങളും. അച്ഛന്റെ ഇല്ലത് 46 അച്ഛന്റെ അല്ല, രണ്ടുപേരുടെയും കൂടി കൂടിയിട്ടാണ്. 23 ക്രോമസോം അമ്മയുടെ, 23 അച്ഛന്റെയും രണ്ടും കൂടി കൂടിച്ചേർന്നാണ് 46 ആയിട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അച്ഛന്റെ മാത്രമല്ല കേട്ടോ 46. ശരി. Then 100 of invisible particles called genes are found within each of the thread-like bodies. അപ്പോ എന്താണ്? അപ്പൊ ഈ 46 ക്രോമസോംസിനുള്ളില് എന്താണ്? ഇൻവിസിബിൾ പാർട്ടിക്കിൾസിനെ കാണാൻ സാധിക്കും. ഇൻവിസിബിൾ പാർട്ടിക്കിൾസിന് പറയുന്ന പേരാണ് എന്ത്? നമ്മള് ജീനുകൾ. ഈ ജീനാണ് നമ്മളുടെ എന്ത് നിർണ്ണയിക്കുന്നത്? ജെൻഡർ. നമ്മളുടെ ഹെറിഡിറ്ററി നിർമ്മിക്കുന്നത് അല്ലെ? നമ്മളുടെ ഹെറിഡിറ്ററി നിർമ്മിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. 100 of visible particles. ടെക്സ്റ്റ് ഉള്ളവർ അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. ടെക്സ്റ്റ് ആയി കിട്ടിയോ? ഇല്ല, ആർക്കും ഇല്ല നെക്സ്റ്റ്? കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ക്രോമസോംസിൽ നിന്നുമാണ് അദൃശ്യമായിട്ടുള്ള ഇൻവിസിബിൾ പാർട്ടിക്കിൾസായ ജീനുകൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഈ ജീനുകളാണ് നമ്മളുടെ പാരമ്പര്യം നിർണ്ണയിക്കുന്നത്. ഇനി these genes control hereditary traits. അപ്പൊ ഈ ജീനുകളാണ് നമ്മളുടെ പാരമ്പര്യം നിർണ്ണയിക്കുന്നത്. The mother contributes 23X chromosome and the father contributes either 23X chromosome or 22X chromosomes and 1 Y chromosome. പറഞ്ഞു തരാം കേട്ടോ. The XY chromosome determine the sex of the child. If the father contributes 23X chromosome, the child will be female. If the 22X and 1 Y chromosome, the child will be a male. ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞ എല്ലാവരും പേടിക്കണ്ട. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ പണ്ട് ബയോളജിയിലെ, അല്ലേ? Yes, ma'am. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഫാദർ എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എക്സ് ക്രോമസോംസിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? 23 ക്രോമസോംസുകൾ 22 ക്രോമസോം ആൻഡ് Y 1 ക്രോമസോം. അതായത് സ്ത്രീകൾക്ക് XX ക്രോമസോംസ് ആണ് ഉള്ളത്, അല്ലെ? സ്ത്രീകൾക്ക് എന്താണ്? എക്സും എക്സും ആണുള്ളത്. പുരുഷന്മാർക്കോ? പുരുഷന്മാർക്ക് എക്സും വൈയും, സ്ത്രീകൾക്ക് എക്സും എക്സ് ആണ് വരുന്നത്. അപ്പൊ XY ക്രോമസോം ഡിറ്റർമിൻ സെക്സ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ എക്സും വൈയും കൂടി ചേർന്ന ക്രോമസോം ആണ് നമുക്ക് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സെക്സ് എന്താണ്? കുട്ടിയുടെ ജെൻഡർ എന്നാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫാദർ കോൺട്രിബ്യൂട്ട്സ് 23X ക്രോമസോം. ഫാദർ 23X ക്രോമസോം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും? ഫീമെയിൽ. എന്തായിരിക്കും? എക്സും എക്സും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? പെൺകുട്ടി. ഇനി എക്സും വൈയും കൂടി ചേരുമ്പോഴാണ് എന്ത്? ആൺകുട്ടികളായിട്ട് രൂപപ്പെടും. ഓക്കെ,
it is 22X and 1Y chromosome, the child will be a male. Okay, വേണമെങ്കിൽ അതിങ്ങനെ വെറുതെ എഴുതി വെച്ചോളൂ ഇവിടെ. എക്സും എക്സും ഗേൾ ചൈൽഡ്, എക്സും വൈയും മെയിൽ ചൈൽഡ്. ബോയ് എക്സ് എക്സ് ഗേൾ എന്ന് എഴുതിക്കോ, എക്സ് വൈ ബോയ് എന്ന് എഴുതി വെച്ചോ കേട്ടോ. ഞാനിപ്പോ എക്സും എക്സും ഗേൾ, എക്സ് വൈ ബോയ്. നോട്ട് ചെയ്തോ? Yes, ma'am. Yes, ma'am. യെസ്. അപ്പൊ എല്ലാവരുടെയും ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ് അല്ലെ? നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളല്ലേ? ഒരു 9th 10th പഠിച്ചേക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതുന്നത് അല്ലേ? ഞങ്ങളുടെ സമയത്തേ മിസ്സേ, ആ ആ ഞാനൊരു 30 ഇയർ ആയിട്ടുണ്ട് 10th ഇതായിട്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഉണ്ടായിരുന്നു ക്ലാസ്. പക്ഷെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടില്ല. മിസ് പറയാ നിങ്ങൾ വീട്ടിൽ പോയിട്ട് സാവധാനം ആ പാഠം വായിച്ചു നോക്കിയാൽ മതി എന്ന് പറയാറുള്ളൂ. നമ്മൾക്ക് എടുത്തു തരാറില്ല. തരാറില്ല. അതെന്താണോ? മിക്സഡ് ക്ലാസ് ആയിരുന്നോ? അത് ആ പാഠം മാത്രം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കിയാൽ മതി എന്ന് പറയാം. ആ പാഠം നമ്മൾക്ക് ക്ലാസ്സിൽ എടുത്തു തരാറില്ല. ഈ ഭാഗമല്ലേ ശരിക്കും എടുത്തു തരേണ്ടത്? നമുക്ക് അറിയേണ്ടത് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ അവർക്ക് മടിയോ എന്തോ എന്നാ അറിയില്ല, അവരെടുത്ത് തരാറില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും അങ്ങനെ മാത്രം വന്ന് പറയുള്ളൂ. റോഷ്നി, റോഷ്നി കേൾക്കുന്നുണ്ടോ? യെസ് മാം, കേൾക്കുന്നുണ്ട്. റോഷ്നിയാണോ ഇപ്പൊ +2 കഴിഞ്ഞത്? അല്ലല്ല, ഞാൻ 2017 +2 കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിയുണ്ടല്ലോ, പേര് റഷീദ മിസ്. മിസ്, ഞാനാണ് ഇപ്പൊ +2 ഹ്യൂമാനിറ്റീസ് ചെയ്തോണ്ടിരിക്കുന്നത്. റഷീദക്ക് ഇപ്പൊ 10th ക്ലാസ് 10th കഴിഞ്ഞായിരുന്നു. റഷീദക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ടായില്ലേ ബയോളജിയിലെ? ഞാൻ 10th തുല്യതയുടെ ഇതിൽ ഓപ്പൺ ആയിട്ട് എഴുതുക ചെയ്തേ. അപ്പൊ അത് വിശദമായിട്ട് മിസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പല ഏജ് ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ തുല്യതയുടെ എഴുതുമ്പോ. അപ്പോ നല്ല വിശദമായിട്ട് മിസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്. ഓക്കെ, ഞങ്ങൾ പഠിച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു മാം. അന്ന് പണ്ട് എനിക്ക് തോന്നുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും എല്ലാം പറഞ്ഞു. ക്ലാസ് എടുക്കുന്ന ടീച്ചർക്കും കേട്ടിരിക്കുന്ന കുട്ടികൾക്ക് എന്തൊരു നാണക്കേടുള്ള പോലെയായിരുന്നു ഈ ഒരു ചാപ്റ്റർ ഒക്കെ. അതായിരിക്കും അല്ലേ? അരിയ പറയുന്നത് ക്ലിയർ അല്ല കേട്ടോ. പടം വരച്ചിട്ട് അങ്ങനെയായിട്ട് ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് പീരീഡ് ഓഫ് ദ ഓവം നോക്കാം. പീരീഡ് ഓഫ് ദ ഓവം എന്താണ്? ഓവം എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്. അണ്ടത്തിന്റെ കാലയളവ് അല്ലെ? ഏത് സമയം മുതൽ ഏത് സമയം വരെയാണ് അണ്ടത്തിന്റെ ഒരു കാലയളവ് വരുന്നത്? കോൺസെപ്ഷൻ എന്ന് പറയുന്നത് ഗർഭധാരണം കേട്ടോ. ഗർഭധാരണത്തിന്റെ ഏത് ആഴ്ച മുതൽ ഏത് ആഴ്ച വരെയാണ്? എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് വരെ. എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് മുതൽ. ഓക്കെ, ഇനി after the egg liberated from the ovary, it moves into fallopian tube. It stays there for about 24 hours, waiting for a single sperm to fertilize it. ഇനി ഈ അണ്ടത്തിന്റെ കാലയളവ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ എഗ് ലിബറേറ്റ് ചെയ്ത സമയത്ത് PDF ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? യെസ് മാം, കാണുന്നുണ്ട് മാം. അതായത് ആ എഗ് അണ്ടാശയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം എന്താണ്, ലിബറേറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, അത് മൂവ് ചെയ്യാൻ ആരംഭിക്കുന്നു അല്ലെ? ഫ്രം ദ ഓവറി ഇറ്റ് മൂവ്സ് ഇൻടു ഫാലോപ്പിയൻ ട്യൂബ്. അത് ഫാലോപ്പിയൻ ട്യൂബ് ഉണ്ട് നമുക്ക് അല്ലെ? ആ ഫാലോപ്പിയൻ ട്യൂബിലേക്ക് അത് മൂവ് ചെയ്യും. Then it stay there for about 24 hours. പിന്നെ എന്ത് ചെയ്യുന്നത്, അത് 24 മണിക്കൂർ ആ
എഗ് എന്താണ് അവിടെ സ്റ്റേ ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പേം ടു ഫെർട്ടിലൈസ് ഇറ്റ്. എന്തിനു വേണ്ടിയാണ് അണ്ണ അവിടെ വെയിറ്റ് ചെയ്യുന്നത്? എഗ് അവിടെ വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സിംഗിൾ സ്പേം എന്നത്, അതായത് ബീജസങ്കലനത്തിനായിട്ട് അവിടെ കാത്തിരിക്കുകയാണ് അല്ലെ. ഓക്കെ, അതായത് എഗ് അണ്ടാശയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം അത് ഫാലോപ്പിയൻ ട്യൂബിൽ കൂടി മൂവ് ചെയ്യുന്നു. മനസ്സിലായോ? മൂവ് ചെയ്തതിനു ശേഷം നമ്മുടെ മൂവ് ചെയ്യാന്ന് വെച്ചാൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് 24 മണിക്കൂർ അവിടെ സ്റ്റേ ചെയ്യുന്നു, അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു ബീജസങ്കലനത്തിനായിട്ട് അതവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇനി പി സിയിൽ നിന്നിങ്ങനെ പേര് ടൈപ്പ് ചെയ്തേടോ. അഹമ്മദ്, ഞാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ എന്താ പേരിങ്ങനെ ടൈപ്പ് ചെയ്യുന്ന എന്തിനാ? ഇതിൽ പറയാനുണ്ടോ? ഒന്നും പറയാനില്ല മാം, അത് ലെഫ്റ്റ് ആയി പോയിട്ട് പിന്നെ ഒന്നും കൂടി ടൈപ്പ് ചെയ്തതായി. അങ്ങനെ പേര് ടൈപ്പ് ചെയ്തിടണ്ട, ഒറ്റ പ്രാവശ്യം മതിയാവൂലേ? ഇവിടെ കയറുന്നുണ്ടെന്ന് എനിക്ക് കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. യെസ്, വിത്ത് 24 hours being fertilized. അപ്പൊ അങ്ങനെ സിംഗിൾ സ്പെർമിനെ വെയിറ്റ് ചെയ്തതിനു ശേഷം ബീജസങ്കലനം നടക്കും. ബീജസങ്കലനം നടന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അത് പല കോശങ്ങളിലായിട്ട് വിഭജിക്കാൻ തുടങ്ങുന്നു. ഇറ്റ് ബിഗിൻസ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻടു മെനി സെൽസ്. ആ ബീജസങ്കലനം നടന്നതിന് ശേഷം ബീജസങ്കലനം 24 മണിക്കൂറിനുള്ളില് അത് വളരെ വേഗത്തിൽ പല കോശങ്ങളായിട്ട്, പല സെൽസുകളായിട്ട് എന്ത് ചെയ്യുന്നു? വിഭജിക്കുന്നുണ്ട്. അതിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇറ്റ് കീപ്സ് ഡിവൈഡിങ് ആസ് ഇറ്റ് മൂവ്സ് slowly through the fallopian tube to the uterus and attached to the lining of the uterus. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഈ ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അതവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം എന്താണ്? ബീജസങ്കലനം നടന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഇത് സാവധാനം എന്താണ് ഗർഭപാത്രത്തിലേക്ക് നീങ്ങുകയും എന്താണ് എവിടെയാണ് അത് പറ്റിപ്പിടിച്ച് വളരുന്നത്? എവിടെയാണ്? ഗർഭപാത്രത്തിന്റെ ആവരണത്തോട് അത് ചേരുന്നു. ഓക്കെ, ചേരുന്ന സമയത്ത് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ യൂട്രസിനോട് ആ യൂട്രസിന്റെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് വളരുന്നത് അല്ലെ, അറ്റാച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു മൊമെന്റിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുമ്പോ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വളരുന്നില്ല എന്നെങ്കിൽ അവിടെ എന്താ നമുക്ക് സംഭവിക്കുന്നത്? അവിടെ പീരിയഡ്സ് വരും. യെസ്, നമുക്ക് മെൻസ്ട്രേഷൻ നടക്കുന്നു. ലൈനിങ് പൊട്ടുന്ന സമയത്താണ് എന്ത്? ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് വളരാത്ത സമയത്താണ്, ലൈനിങ് പൊട്ടുന്ന സമയത്താണ് നമുക്ക് പീരീഡ്സ് ആയിട്ട് ബ്ലഡ് പോകുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം എന്താണ്? അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നു, എന്താണ് ഗർഭധാരണം അവിടെ സാധ്യമാകുന്നു. ഇറ്റ് കണ്ടിന്യൂസ്. അതവിടെ കൊടുത്തിട്ടില്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചതാണ് ഞാൻ. മനസ്സിലായില്ലേ പീരീഡ്സ് എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന്? യെസ്. ദെൻ ഹിയർ ഇതൊന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഹിയർ ഇറ്റ് കണ്ടിന്യൂസ് ടു ഗ്രോ. പിന്നീട് എന്താണ്? ഇംപ്ലാന്റേഷൻ ശേഷം വളരാൻ ആരംഭിക്കുന്നു അല്ലെ. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ദ പ്ലസന്റ ഡെവലപ്സ്. അപ്പൊ ഇംപ്ലാന്റേഷന്റെ സമയത്താണ് പ്ലസന്റ രൂപപ്പെടുന്നത്. എന്താണ് പ്ലസന്റ? എന്താണ്? മറുപിള്ള എന്ന് പറയുന്നതാണ്. മറുപിള്ള എന്ന് പറയും അല്ലെ. മറുപിള്ളയിലാണ് ഇത് കുഞ്ഞു വളരുന്നത് അല്ലെ. From which umbilical cord extend to the fertilized womb. ഇത് എവിടെയാണ് ഈ പ്ലസന്റ കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മുടെ അംബിലിക്കൽ കോഡുമായിട്ട്. അംബിലിക്കൽ കോഡ് എന്താണ്? പൊക്കിൾ കൊടി അല്ലെ, ആയിട്ടാണ് അത് കണക്ഷൻ വരുന്നത്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ്? ക്ലിയർ അല്ല കേട്ടോ. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. വലിയ ഡൗട്ട് ചോദിക്കരുത്, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. അല്ല അതല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഇംപ്ലാന്റേഷന്റെ കാര്യം പറഞ്ഞില്ലേ, അത് മാഡം പീരിയഡ്സ് അല്ലല്ലോ. അത് നമുക്ക് പിന്നെ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷമാണ് പൊട്ടുന്നതെങ്കിൽ അത് അബോർഷൻ അല്ലേ? അല്ലല്ല,
ഞാൻ പറഞ്ഞത് യൂട്രസിന്റെ ലൈനിങ് പൊട്ടുന്നു എന്നല്ലേ പറഞ്ഞത്. ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് അത് സ്പേമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നതിന് മുന്നേ അല്ലേ? ആ നമ്മള് ഇംപ്ലാന്റേഷൻ ഇംപ്ലാന്റേഷന്റെ ആയിക്കഴിഞ്ഞാൽ കാര്യമല്ലേ പറഞ്ഞത്? അബോർഷൻ ആണ്. ഇംപ്ലാന്റേഷൻ ആയിക്കഴിഞ്ഞാൽ അബോർഷൻ ആണ് അല്ലേ? അതാ ഞാൻ ചോദിച്ചു. ആ അതങ്ങനെ തന്നെ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞില്ല, അബോർഷൻ കാര്യം നമ്മൾ പറഞ്ഞില്ല. പക്ഷെ പീരീഡ്സ് മെൻസ്ട്രേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. മെൻസ്ട്രേഷൻ നടക്കുന്നതിന് സ്പേം വേണ്ടല്ലോ. ഓവം വെയിറ്റ് ചെയ്തതിന് ശേഷം പൊട്ടിക്കഴിഞ്ഞാൽ അത് പീരീഡ്സ്. ആ യെസ്, പൊട്ടിക്കഴിഞ്ഞാൽ അത് ലൈനിങ് പൊട്ടുമ്പോഴാണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഇംപ്ലാന്റേഷന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ മാഡം പറഞ്ഞു? ഓക്കെ യെസ്, ഇത് ക്ലിയർ ആണോ? അത് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി ഇവിടെ? ക്ലിയർ ആയി ക്ലിയർ ആയി. മാം ഇത് ഒന്നുകൂടെ പറഞ്ഞുതരാവോ? അത് പറഞ്ഞുതരാം. In this way, the fertilized ovum complete ചെയ്യട്ടെ. In this way, the fertilized ovum receive nutrition from the bloodstream of the mother. പിന്നീട് എന്താണ്? അപ്പൊ കുഞ്ഞിനുള്ള ആ ന്യൂട്രീഷൻസ് ഒക്കെ പിന്നീട് എവിടെ നിന്നാണ് കിട്ടുന്നത്? എവിടെ നിന്നാണ് കിട്ടുന്നത്? ബ്ലഡ് സ്ട്രീം. കുഞ്ഞിയുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടിയാണ് കുഞ്ഞിനുള്ള ബാക്കിയുള്ള ന്യൂട്രീഷൻസ് ഒക്കെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് ഓരോ മന്ത് അനുസരിച്ച് ആ 9 months കാലയളവിലേക്ക് എന്താണ് പിന്നീട് അതിന്റെ ഓരോ ഡെവലപ്മെന്റ്സ്, ഓരോ ഓർഗൻസ് ഒക്കെ എന്താണ് കംപ്ലീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഓരോ മന്ത് ആയിട്ട് വീക്ക് ബൈ വീക്ക് ആയിട്ട് എന്താണ് വളർച്ചകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ യെസ്, അങ്ങനെയാണ് പീരീഡ് ഓഫ് ദ ഓവം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയണോ? അതെ മിസ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടോ? ഇമ്പോർട്ടന്റ് എന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. ഇത് മനസ്സിലായില്ലേ? ഇത് ഇംപ്ലാന്റേഷനില് അറ്റാച്ച് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഇസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. അത്രയും മതിയോ? അല്ലാതെ ഫുൾ വേണം? ഡിവൈഡിങ് ഇറ്റ്സ് മൂവ് സ്ലോലി ടു ദ ഫലോപ്പിനി അങ്ങനെ വേണ്ടല്ലോ? എന്താണ് മേഘ? മാം വാട്ട് ഈസ് ഇപ്പോ ജസ്റ്റ് വാട്ട് ഈസ് ഡെഫിനിഷൻ ചോദിക്കുന്നു. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ ജസ്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ അറ്റാച്ച് ടു ദ ലൈനിങ് നിങ്ങളോട് പീരീഡ് ഓഫ് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കുള്ളൂ. പീരീഡ് ഓഫ് തോത്തിന്റെ കാലയളവ് എപ്പോഴാണ്? ഇവിടെ കൊടുത്തിട്ടില്ല കാലയളവ് എപ്പോഴാണ്? കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒന്നും വരാൻ പോകുന്നില്ല. ദെൻ സൈഗോട്ട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളും കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇതിനൊന്നും ഒന്നും വരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എക്സ്ട്രാ നോട്ട്സുകൾ തരും ഞങ്ങള്. ക്വസ്റ്റ്യൻ ഉൾപ്പെടാതെ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ എക്സ്ട്രാ നോട്ടുകൾ ഓരോന്നുമായി ബന്ധപ്പെട്ട് തരും, ആവശ്യപ്പെടുന്നെങ്കിൽ മാത്രം. അതിന്റെ ആവശ്യമുണ്ട്? വെറുതെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ പോരെ? വേണ്ട മിസ്, ഉള്ളത് പഠിച്ചാൽ മതി. വരാമെന്നുള്ളതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഇതിപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുള്ളൂ. പീരീഡ് ഓഫ് ദ ഓവത്തിന്റെ കാലയളവ് എപ്പോഴാണെന്നുള്ളത്. അപ്പൊ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 4 week 5 week എന്നൊക്കെ പറഞ്ഞാൽ പല കറക്റ്റ് ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് അങ്ങനെ ചോദിക്കുള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലല്ലോ, നമുക്ക് ഒബ്ജക്റ്റീവ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ഇംപ്ലാന്റേഷൻ ചോദിക്കോ? ഇംപ്ലാന്റേഷൻ ചോദിക്കുമെന്നോ? ഇല്ല, ഇംപ്ലാന്റേഷൻ എന്തെങ്കിലും ചോദിച്ചു കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം ചോദിച്ചുകൂടാനില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അപ്പൊ ചോദിക്കാറില്ല. പിരീഡ് മാത്രമേ ചോദിക്കാറുള്ളൂ. ധൈര്യമായിട്ടിരിക്കെ. നിങ്ങൾക്ക് വല്ല പേടി ഉണ്ടോ ക്വസ്റ്റ്യൻ കാണാനായിട്ട്? എന്തിനാണ് പേടിക്കാറ്? ഒന്നും അറിയില്ലല്ലോ മിസ്സേ. ഇല്ല, അത് വരില്ല. പിരീഡ് മാത്രമേ ചോദിക്കുള്ളൂ. ടീച്ചർ പറഞ്ഞ പിന്നെ ധൈര്യമായിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് പഠിപ്പിച്ചു തരില്ല. നിങ്ങൾ എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞ് അത്രയും നോട്ട്സ് ഒക്കെ തന്നെ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. പക്ഷെ വരാത്ത വേണ്ടി ഞാൻ പഠിപ്പിച്ചു തന്നെ. ഇതൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. ഇതൊന്ന് പീരീഡ് ഓഫ് ദ ഓവം ആരെങ്കിലും വ്യക്തമായിട്ട് ഒറ്റയ്ക്ക് പറയാൻ പറ്റുമോ? പീരീഡ് ഓഫ് ദ ഓവം ഇനി ഒന്നും കൂടി ഞാൻ തന്നെ പറഞ്ഞല്ലോ. ഒന്നും കൂടി മിസ് തന്നെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഒന്ന് അറിയാൻ വേണ്ടിട്ടാ അത്. ഇനി നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. മലയാളത്തിൽ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. മേഘന അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഇനി മലയാളത്തിൽ നോട്ട് ചെയ്യുന്നവർ അങ്ങനെ തന്നെ എഴുതിയെടുത്തോളൂ. ഓക്കെ, എഗ് അണ്ടാശയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം, അങ്ങനെ തന്നെ എഴുതിക്കോളൂ. എഗ് അണ്ടാശയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം വേഗം എഴുതിയിരിക്കണം കേട്ടോ.
മോചിക്കപ്പെട്ടതിനു ശേഷം അത് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് നീങ്ങുന്നു. അത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ നീങ്ങുന്നു. അത് ഫാലോപ്പിയൻ ട്യൂബിലൂടെ നീങ്ങുന്നു. ഏകദേശം 24 മണിക്കൂർ അതവിടെ സ്റ്റേ ചെയ്യുന്നു. ഏകദേശം 24 മണിക്കൂർ അതവിടെ സ്റ്റേ ചെയ്യുന്നു. ഒരു ബീജസങ്കലനത്തിനായി അത് കാത്തിരിക്കുന്നു. ഒരു ബീജസങ്കലനത്തിനായി അത് കാത്തിരിക്കുന്നു. ബീജസങ്കലനത്തിനായി അത് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നു. ബീജസങ്കലനം കഴിഞ്ഞ് ബീജസങ്കലനം കഴിഞ്ഞ് ബീജസങ്കലനം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പല കോശങ്ങളായി വിഭജിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പല കോശങ്ങളായി വിഭജിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ പല കോശങ്ങളായി വിഭജിക്കുന്നു. പല കോശങ്ങളായി വിഭജിക്കുന്നു. ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങുകയും ഗർഭപാത്രത്തിന്റെ ആവരണത്തോട് ചേർന്ന്, ഇതാണ് നമ്മൾ പറഞ്ഞ ലൈനിങ് കേട്ടോ. യൂട്രസിന്റെ ആ ലൈനിങ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ്. ഗർഭപാത്രത്തിന്റെ ആവരണത്തോട് ചേരുമ്പോൾ ഇത് വിഭജിക്കുന്നു. ആവരണത്തോട് ചേരുകയും ചെയ്യുമ്പോൾ ഇത് വിഭജിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ വിഭജനത്തിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞ ഒന്നുകൂടി പറയാം. ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങുകയും ഗർഭപാത്രത്തിന്റെ ആവരണത്തോട് ചേരുകയും ചെയ്യുമ്പോൾ ഇത് വിഭജിക്കുന്നു. ഗർഭപാത്രത്തിന്റെ ആവരണത്തോട് ചേരുന്ന സമയത്താണ് അത് വിഭജിക്കപ്പെടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മള് ഇതിനെ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മലയാളത്തിൽ അർത്ഥം? ഇംപ്ലാന്റേഷൻ തന്നെയാണ് അതിന്റെ മീനിങ് കേട്ടോ. എന്നെ പറയുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാ. അതിന് വേറെ എന്തെങ്കിലും വാക്കുണ്ടോന്നാണോ ചോദിക്കുന്നത് സിനി? അതെ. പറിച്ചു നടൽ അങ്ങനത്തെ അർത്ഥമില്ലേ ഇതിന്? എന്തൊരു വാക്കുണ്ട്, എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. മലയാളത്തിൽ എന്തോ ഒരു പറിച്ചു നടൽ ഇംപ്ലാന്റ് ചെയ്യാൻ. പറിച്ചു നടലോ? പ്ലാന്റേഷൻ അല്ലേ പഠിച്ചാ പോലെ പറിച്ചു നടൽ പഠിക്കണോ? അല്ല, അങ്ങനെ ഒരു മീനിങ് വരുന്നുണ്ട് അതിന് പറയാ. അത് എംബെഡിങ് ഓർ ഇൻസെർട്ടിങ് ദ മെറ്റീരിയൽ ഓർ ഒബ്ജക്റ്റ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടം വരെ എഴുതിയില്ലേ?
പിന്നെ എന്താണ് അടുത്ത പോയിന്റ് കൂടി ഉള്ള ഹിയർ കണ്ടിന്യൂസ് ടു ഗ്രോ. ഇതെന്താണ്? ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇംപ്ലാന്റേഷന്റെ ഘട്ടത്തിലാണ് പ്ലസന്റ വികസിക്കുന്നത്. ഇംപ്ലാന്റേഷന്റെ ഘട്ടത്തിലാണ് പ്ലസന്റ അഥവാ മറുപിള്ള വികസിക്കുന്നത്. ഇംപ്ലാന്റേഷന്റെ ഘട്ടത്തിലാണ് പ്ലസന്റ അഥവാ മറുപിള്ള വികസിക്കുന്നത്. അവിടെ ബ്രാക്കറ്റിൽ കണ്ടോ, ഫ്രം വിച്ച് അംബ്ലിക്കൽ കോഡ് എക്സ്റ്റെൻഡ് ടു ദ ഫെർട്ടിലൈസ്ഡ് ഓവം എന്ന് പറയുന്നത് എന്താണ്? അതായത് അതിൽ നിന്ന് പൊക്കിൾ കൊടി ബീജസങ്കലനം ചെയ്ത അണ്ഡത്തിലേക്ക് വ്യാപിക്കുന്നു. അപ്പൊ പൊക്കിൾ കൊടി എന്താണ്? ബീജസങ്കലനം ചെയ്തിട്ടുള്ള അണ്ഡത്തിലേക്ക് വ്യാപിക്കുന്നതിന് പ്ലസന്റയിൽ വെച്ച് കേട്ടോ. അല്ല മാം, ഇംഗ്ലീഷിലല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക? എന്തോ എക്സാമിന് ഇംഗ്ലീഷിലല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക? അതെ അതെ അതെ, അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു തന്നതാ. അപ്പൊ ഇത് ഇംഗ്ലീഷ് ഷോർട്ട് ആക്കിയിട്ട് ഇംഗ്ലീഷിൽ എഴുതിക്കൂടാ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, പിരീഡ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിലൊന്ന് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. പിരീഡ് മാത്രമേ ചോദിക്കുള്ളൂ. ഏത് പിരീഡ് ആണ് അണ്ഡത്തിന്റെ കാലയളവ് എപ്പോഴാണെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഇനി മാറ്റം വരാനും പോകുന്നില്ല കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാലേ, ഇപ്പൊ ഒരു 4 മാർക്കിന്റെ 5 മാർക്കിന്റെ അങ്ങനെയൊക്കെയല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. ഇൻ കേസ് ചോദിക്കുമെന്നാണ് ഇവിടെ നിന്ന് പറയുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പഠിപ്പിച്ചു തന്നേക്കും കേട്ടോ. അത് എഴുതിയോ? Then in this way the fertilized ovum receive nutrition from the bloodstream of the mother. എന്താണ്? ഈ രീതിയിൽ ബീജസങ്കലനം ചെയ്ത അണ്ഡം, അതായത് ആ സൈഗോട്ട്, ബീജസങ്കലനം ചെയ്ത അണ്ഡം അമ്മയുടെ രക്തപ്രവാഹത്തിൽ നിന്നും എന്താണ്? ന്യൂട്രീഷൻസ് സ്വീകരിക്കുന്നു. ഈ രീതിയിൽ ബീജസങ്കലനം ചെയ്ത അണ്ഡം അമ്മയുടെ രക്തപ്രവാഹത്തിൽ നിന്ന്, അതായത് അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നു? പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം, അതുപോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയേ. അതായത് എഗ് അണ്ഡാശയത്തിൽ നിന്ന് മോചിക്കപ്പെട്ടതിന് ശേഷം അത് ഫാലോപ്പിയൻ ട്യൂബിലേക്ക് നീങ്ങുന്നു. അതിനുശേഷം എന്താണ്? 24 മണിക്കൂർ അതവിടെ വെയിറ്റ് ചെയ്യുന്നു അല്ലെ, 24 മണിക്കൂർ അതവിടെ കാത്തിരിക്കുന്നു. അതിനുശേഷം എന്തിനു വേണ്ടിയിട്ട്? ഒരു ബീജസങ്കലനത്തിനായിട്ട് കാത്തിരിക്കുന്നു. ബീജസങ്കലനം കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ അത് വളരെ വേഗത്തിൽ എന്തായി മാറുന്നു? പല കോശങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നു അല്ലെ, പല സെൽസ് ആയിട്ട് അത് മാറുന്നു. ഫാലോപ്പിയൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് സാവധാനം നീങ്ങുകയും ഗർഭപാത്രത്തിന്റെ ആവരണത്തോട് ചേരുകയും ചെയ്യുമ്പോൾ ഇത് വിഭജിക്കപ്പെടുന്നു. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഇതവിടെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇംപ്ലാന്റേഷന്റെ ഘട്ടത്തിൽ പ്ലസന്റ വികസിക്കുന്നു. ഇംപ്ലാന്റേഷന്റെ ഘട്ടത്തിലാണ് പ്ലസന്റ വികസിക്കുന്നത്. അതായത് പൊക്കിൾ കൊടി ബീജസങ്കലനം ചെയ്ത അണ്ഡത്തിലേക്ക് വ്യാപിക്കുന്ന സമയം. ഈ രീതിയിൽ ബീജസങ്കലനം ചെയ്ത അണ്ഡം അമ്മയുടെ രക്തപ്രവാഹത്തിൽ നിന്ന് പോഷകങ്ങൾ സ്വീകരിക്കുന്നു. ഓക്കെ, അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഇനി എല്ലാരും മലയാളത്തിൽ പറഞ്ഞു തരില്ല കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് മാത്രമേ പറഞ്ഞു തരുള്ളൂ. ഓക്കെ, നോക്കിയ പീരീഡ് ഓഫ് ദ എംബ്രിയോ കൂടി പറയട്ടെ. പീരീഡ് ഓഫ് ദ എംബ്രിയോ കൂടി എന്താണ്? പീരീഡ് ഓഫ് ദ എംബ്രിയോ ഭ്രൂണത്തിന്റെ കാലഘട്ടം. അപ്പൊ നമ്മൾ അണ്ഡത്തിന്റെ കാലഘട്ടമാണ് പഠിച്ചത് അല്ലെ. ഇനി പീരീഡ് ഓഫ് ദ എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്?
പീരീഡ് ഫ്രം Second to 8 weeks. second to 8th week after conception. ഏതാഴ്ച മുതൽ ഏതാഴ്ച വരെയാണ്? രണ്ടാമത്തെ ആഴ്ച മുതൽ എട്ടാമത്തെ ആഴ്ച. എട്ടാമത്തെ ആഴ്ച മുതൽ 8ാമത്തെ ആഴ്ച വരെയുള്ള ഒരു പീരീഡിലാണ് ഭ്രൂണത്തിന്റെ വളർച്ചയോട് പറയുന്നത്. പീരീഡ് ഓഫ് ദ എംബ്രിയോ. ഓക്കെ, ഫോർ ദ ഫസ്റ്റ് 2 months അല്ലെ? അപ്പൊ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏതാണ്? 2 മാസമായ ഒരു സമയമായിരിക്കും അല്ലെ? ഈ ആഴ്ച കണക്ക് നോക്കുന്ന സമയത്ത് 2 മാസമായിരിക്കും പറയുന്നത്. The new life is called embryo. അപ്പൊ ആ ന്യൂ ലൈഫിന് പറയുന്ന പേരാണ് എന്ത്? എംബ്രിയോ അഥവാ ഭ്രൂണം. During this period, all important external and internal resources start to develop and function. ഈ ഒരു സമയത്താണ് എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെ, അല്ലെങ്കിൽ ഓർഗൻസുകളൊക്കെ രൂപപ്പെടുന്നത് എപ്പോഴാണ്? ആ ഒരു സമയത്താണ് അതിന്റെ ഇന്റേണൽ റിസോഴ്സസ് ഒക്കെ രൂപപ്പെടുന്നത്. അതിന്റെ സോഴ്സുകൾ രൂപപ്പെട്ടു വരുന്നത് ഈ ഒരു 2 മാസ കാലയളവിന്റെ പീരീഡിലാണ്. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ആസ് ബ്ലഡ് സെൽസ്. ഡിഫറെന്റ് സെൽസുകൾ കൂടി ചേർന്ന് എന്താണ്? ബ്ലഡ് സെൽസുകൾ രൂപപ്പെടുന്നു. പിന്നെന്താണ്? ബോൺസ് ആൻഡ് മസിൽസ്. ബോൺസ് ആൻഡ് മസിൽസ് എന്താണ്? ബോൺസ് ആൻഡ് മസിൽസ് തലച്ചോറ്, എല്ലുകളും മസിൽസുകളും രൂപപ്പെടുന്നു. By 8 weeks, teeny heart had been beating for almost a month. പിന്നെന്താണ്? 8 ആഴ്ച സമയമാകുമ്പോ ടിനി ഹേർട്ട് എന്താണ്? നേരത്തെ രീതിയിൽ ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഹാർട്ട് ബീറ്റ് 8 weeks. അല്ലെ? 8 വീക്സിന് ശേഷം എന്താണ്? ഹാർട്ട് ബീറ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു ടിനി ഹാർട്ട് ബീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് നമുക്ക് പറയുന്ന സമയത്ത് എല്ലാവരിലും ഇത് ഒരേപോലെ ആയിരിക്കില്ല അല്ലെ? എല്ലാവരിലും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് വിചാരിക്കണ്ട. എല്ലാവരിലും വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാ ഗർഭകാലമുള്ള പീരീഡ് നമുക്ക് ഒരേപോലെ ആയിരിക്കുമോ? ഇല്ല അല്ലെ? എല്ലാവർക്കും പല സിംറ്റംസ് ആയിരിക്കും, പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. ചിലർക്ക് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ ചിലവർക്ക് ഹാർട്ട് ബീറ്റ്സ് കുറച്ച് വൈകിയായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ചിലർക്ക് നേരത്തെ എന്താണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വിചാരിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, ഒരു പീരീഡ് അറിയാലോ? എല്ലാവരും ഒരേപോലെയാണോ നിങ്ങൾക്ക് ഗർഭധാരണ പീരീഡ് ഉണ്ടായത്? ഇനി the lungs, liver, stomach and brain start to from a sex organs are developed enough to determine the sex the embryo. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നെ രൂപപ്പെട്ടു വരുന്നത്? ലങ്സ് എന്താണ്? ലങ്സ് ശ്വാസകോശം രൂപപ്പെടുന്നു. ദെൻ ലിവർ രൂപപ്പെടുന്നു. ദെൻ ലിവർ എന്താണ് അറിയാലോ? ലിവർ എന്താണ്? സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ. സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ then start to form a sex organs. പിന്നീട് എന്താണ്? സെക്സ് ഓർഗൻസ് രൂപപ്പെടുന്നു അല്ലെ? ജനനേന്ദ്രിയങ്ങള് സെക്സ് ഓർഗൻസ് രൂപപ്പെടുന്നു. അതാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് ഒരു കുട്ടിയുടെ? ജെൻഡർ അല്ലെ? എംബ്രിയോ അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെ? അത് സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും അല്ലെ? ആദ്യം ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ എന്താണ്? ഡോക്ടേഴ്സ് സ്കാൻ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ആണാണോ പെണ്ണാണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്ത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ്? സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഒന്നുകൂടി പറഞ്ഞേ. അപ്പൊ ഒരു 3 മാസം ആവുമ്പോഴേക്കും അറിയോ അല്ല ആണാണോ പെണ്ണാണോന്ന് കുട്ടി? 3 മാസം ആവുമ്പോഴേക്കും അറിയോ ആണാണോ പെണ്ണാണോ കുട്ടീന്ന്? ആ സമയമാകുമ്പോഴേക്കും സെക്സ് ഓർഗൻസുകൾ രൂപപ്പെട്ടു വരും. അത് അവർക്ക് അറിയാൻ പറ്റും, നമ്മളോടത് പറയില്ലല്ലോ. സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അതെ അതെ. യെസ്, എന്താണ് ആ ഒരു നിയമത്തിന്റെ പേരെന്താണ്? ലിംഗനിർണയ ഇതല്ലേ? ലിംഗനിർണയം എന്താണ്? കുറ്റകരമാണ് അല്ലെ? ഇത് നിർണയിക്കാൻ പാടില്ല. ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, പക്ഷെ അവര് നിർണയിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ നിർണയിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? പണ്ടൊക്കെ അബോർഷൻ ചെയ്യാനുള്ള ചാൻസ് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ?
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു നിയമം പിന്നീട് കൊണ്ടുവന്നത്. അപ്പൊ ലിംഗനിർണയം എന്താണ്? അത് സാധ്യമല്ല. അത് ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും, പക്ഷെ നമ്മളോട് ഒരിക്കലും അത് വെളിപ്പെടുത്തുകയില്ല. യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് കൺട്രീസിലും അബോർഷൻ ഇല്ലാത്തതുകൊണ്ട് പറയും. പറയുന്നതാണ്. ഓക്കെ, അപ്പൊ പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് എന്താണ്? 2nd വീക്ക് മുതൽ 8th വീക്ക് വരെയാണ് ഭ്രൂണത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത്. For the first 2 months എന്താണ്? New life is called embryo. New life is called embryo. ന്യൂ ലൈഫ് എന്ന് പറയുന്ന പേരാണ്, ആ ഒരു പുതുജീവനെ പറയുന്ന പേരാണ് നമ്മള് എംബ്രിയോ അഥവാ ഭ്രൂണം എന്ന് പറയുന്നത്. In this period, all important external and internal resources start to develop and the functions. എല്ലാ ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസോഴ്സസുകൾ വളരുന്നതും അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ആരംഭിക്കുന്നതും ഈ ഒരു പീരീഡിലാണ് അല്ലെ. അതൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ ഒരു പീരീഡിലായിരിക്കും. ഡിഫറെന്റ് സെൽസ് ആർ മെയ്ഡ് സച്ച് ആസ് ബ്ലഡ് സെൽസ്. എന്താണ്? ഡിഫറൻസ് ആയിട്ടുള്ള സെൽസുകൾ കൂടി ചേർന്ന് എന്ത് രൂപപ്പെടുന്നു? ബ്ലഡ് സെൽസ് രൂപപ്പെടുന്നു. പിന്നീട് ബോൺസ് ആൻഡ് മസിൽസ് രൂപപ്പെടുന്നു. Then by 8th week the tiny heart been beating for almost a month അല്ലെ. പിന്നീട് എന്താണ്? ഹാർട്ട് ബീറ്റ് രൂപപ്പെടുന്നു. ചിലവരില് 3 മാസം ചിലപ്പോ സമയം എടുക്കും അല്ലെ. ചിലവരില് ഒരു 1st മന്തിൽ തന്നെ അറിയാൻ പറ്റും അല്ലെ. 1 മാസം ആകുമ്പോ തന്നെ ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റില്ലേ നോർമൽ ആണോ എന്ന്. അങ്ങനെയാണോ അല്ലേ? നിങ്ങളതൊക്കെ മറന്നുപോയോ? സ്കാൻ ചെയ്തതൊക്കെ ഹാർട്ട് ബീറ്റ് അറിയുമ്പൊക്കെ? ഞാൻ മറന്നുപോയി മിസ്, എനിക്ക് ഓർമ്മയും പോയില്ല. ഓക്കെ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ചിലപ്പോ ഹാർട്ട് ബീറ്റ് ഒക്കെ ചിലപ്പോ ഇത്ര വൈകിയായിരിക്കും അല്ലെ അറിയാൻ സാധിക്കുന്നത്. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് തന്നെ ചില സമയത്ത് പറയുന്നുണ്ട്. പിന്നീട് എന്തൊക്കെ രൂപപ്പെടുന്നു? ഹാർട്ട് ബീറ്റ്സ് രൂപപ്പെടുന്നു. അതിനുശേഷം എന്താണ്? ലങ്സ്, കരൾ, ആമാശയം. സ്റ്റൊമക്ക് എന്താണ്? ആമാശയം, മസ്തിഷ്കം അതായത് ബ്രെയിൻ എന്നിവ രൂപപ്പെടാൻ തുടങ്ങുകയും പിന്നെന്താണ്? അതായത് ഭ്രൂണത്തിന്റെ ലിംഗം നിർണ്ണയിക്കാനുള്ള ഒരു സെക്സ് ഓർഗൻസ് രൂപപ്പെടുന്നു അല്ലെ. അത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോ അതിനാവശ്യമായ ഇവയാണ് എന്താ? ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം അല്ലെ. സെക്സ് ഓർഗൻസിലൂടെയാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് നമ്മൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, ഇതും കൂടെ എങ്ങും പറഞ്ഞേക്കട്ടെ, അങ്ങനെ ഈ ചാപ്റ്റർ തീരും. പീരീഡ് ഓഫ് ഫോർച്ചസ് എന്താണ്? ഫ്രം 8 weeks to unfit birth. അതായത് ഗർഭപിണ്ഡത്തിന്റെ ആ ഒരു കാലഘട്ടം 8 ആഴ്ച മുതൽ ജനനം വരെ. പെട്ടെന്ന് തീരുവത്, എളുപ്പമാണ് കേട്ടോ. All the organs grow bigger and stronger. എല്ലാ ഓർഗൻസും bigger and stronger ആവുന്ന ഒരു സമയമാണ് അല്ലെ. അതായത് ജനനം വരെയുള്ള ഒരു കാലഘട്ടത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. From 5th month onwards one can hear through a stethoscope. നമുക്ക് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് എന്താണ് ആ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് അനക്കൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. The body moves freely. കുഞ്ഞ് എങ്ങനെയാണ് അവിടെ മൂവ് ചെയ്യുന്നത്? വളരെയധികം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് സ്റ്റെതസ്കോപ്പിൽ അത് ഹിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓർക്കുന്നുണ്ടോ നിങ്ങള്? One can feel the mother's skin bubble where the arm or leg is kicking out. എന്താണ്? ബഗിൾ ചെയ്ത് വരാന്ന് വെച്ചാൽ എന്താണ്? ബഗിൾ ചെയ്ത് വരാന്ന് വെച്ചാൽ ഇങ്ങനെ കുഴച്ചു വരില്ല വയറില്. ഇങ്ങനെ കൈ കാലൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? ഒരു കുഴച്ചു വരില്ല. ഓക്കെ, അത് ലെഗ് കൊണ്ട് ഇങ്ങനെ കിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കാലം കൊണ്ടോ അല്ലെങ്കിൽ മുട്ടുകൈ കൊണ്ടോ ഇങ്ങനെ കിക്ക് ചെയ്യുന്ന സമയത്താണ് വയറിന്റെ മുകളിൽ കൂടി നമുക്ക് കാണാൻ പറ്റും ഒരു മൂവ് ചെയ്യുന്നത് അല്ലെ. സം ബേബീസ് സക്ക് their thumb. ചില വ്യക്തികൾ എന്താണ് അതിന്റെ അകത്ത് കിടന്ന് എന്താണ് തമ്പ് സക്കിയ എന്ന് വെച്ചാൽ എന്താണ്? വീട്ടിൽ ചക്കുന്നു. ദെൻ സം yarn and stretch out. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? yarn and stretch out എന്ന് പറഞ്ഞാൽ നീണ്ടു നീർന്നത് പോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക പറഞ്ഞാൽ എന്താണ്? പല ടൈപ്പിൽ അതിൻ്റെ അകത്ത് പല പ്രശ്നങ്ങൾ അല്ലെ.
നിങ്ങളിപ്പോ ചിലര് പറയും ആൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇങ്ങനെ അനക്കം കൂടുതൽ, ആണോ? അല്ല മിസ്സേ, അപ്പൊ ആ ഒരു പീരീഡിൽ ഇത്തരത്തിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത് ഏകദേശം 5th മന്തിലാണ് എന്ത് എല്ലാ ഓർഗൻസും ഏകദേശം ബ്രിഗറും സ്ട്രോങ്ങർ ആയിട്ട് മാറുന്നത്. ഇനി കുഞ്ഞ് മൂവ് ചെയ്ത് ഫ്രീ ആയിട്ട് പിന്നെ എന്താണ് അമ്മയുടെ ആ ഒരു അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ, കുഞ്ഞ് ബഗിൾ ചെയ്ത് കിക്ക് ഔട്ടിങ് ചെയ്യുന്നത് അമ്മയ്ക്ക് അറിയാൻ സാധിക്കും. ചില കുട്ടികൾ എന്താണ് തമ്പ് സഖ്യം, ചില കുട്ടികൾ ഇങ്ങനെ മൂടി നിവർന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്ത് ആ ഒരു പീരീഡിൽ. ഇനി ദ ബേബി അറ്റ് ബർത്ത്, കുട്ടിയുടെ ജനന സമയത്ത് എന്താണ് ഒരു കുട്ടിയുടെ സാധാരണ ഭാരം എന്ന് പറയുന്നത് എത്രയാണ്? The normal weight of a child is about 7 pounds or 3 kilogram. 3 kg. അല്ലെ 3 kg എന്നുള്ളത് പഠിച്ചത് കേട്ടോ. ഏകദേശം ഒരു നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ് 3 kg ആയിരിക്കും എന്നാണ് പറയുന്നത്. The first cry after birth helps the lungs of the child to begin functioning. അപ്പൊ കുഞ്ഞ് ആദ്യമായിട്ട് കരയുന്ന സമയം അത് എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞ് കരയുന്നത്? The first cry after the birth എന്തിനു വേണ്ടിയിട്ടാണ്? കുഞ്ഞിന്റെ ഫങ്ഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കുഞ്ഞിന്റെ ശ്വാസകോശം വികസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കുഞ്ഞ് ശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പകരം ഉറക്കെ കരയുന്നത് അല്ലെ. നമ്മൾ വിചാരിക്കും എന്തെങ്കിലും പറ്റിയിട്ടാണെന്ന് അല്ലെ. ആദ്യമൊക്കെ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, പിന്നീടാണ് മനസ്സിലായത് അല്ലെ. കുഞ്ഞിന് ആ ലങ്സിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ആദ്യമായി കരയുന്നത്. The newborn child tries to adjust with their environment. New environment. കുഞ്ഞ് അവന്റെ പുതിയതായ പരിസ്ഥിതിയിലോട്ട് അവൻ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ കുഞ്ഞ് നന്നായി കരഞ്ഞ് ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അത് പുതിയ എൻവയോൺമെന്റിലൊക്കെ കുഞ്ഞ് കടന്നു വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് എന്താണ് അവൻ അഡ്ജസ്റ്റബിൾ ആവണം. The child sudden waking. പിന്നീട് എന്താണ് കുഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങുന്നത്, കുഞ്ഞിന് waking, കുഞ്ഞ് കണ്ണ് തുറക്കുന്നത്. ചോക്കിംഗ് ഇറഗുലർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ക്രമരഹിതമായിട്ടുള്ള ശ്വാസോച്ഛ്വാസം എന്ന് പറയും കേട്ടോ. ഇറഗുലർ റെസ്പിറേഷൻ എന്താണ്? ക്രമരഹിതമായിട്ട് എനിക്ക് കറക്റ്റ് ആയിരിക്കില്ല കുഞ്ഞ് ശ്വാസം വലിക്കുന്നത് അല്ലെ. സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ, അത് നോർമൽ ആവാനായിട്ട് കുറച്ച് ദിവസങ്ങൾ എടുക്കും. പിന്നീട് എന്താണ്? സ്നീസിങ് എന്താണ്? ചില കുഞ്ഞുങ്ങളെ തുമ്മുന്ന കണ്ടിട്ടില്ലേ? തുമ്മുന്ന കണ്ടിട്ടില്ലേ? പൊട്ടി ഇങ്ങനെ തുമ്മും. അത് നിങ്ങള് എന്ത് വേണ്ടിയാണ്? പുതിയ എൻവയോൺമെന്റിനോട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പിന്നീട് സിമിലർ സിംറ്റംസ് ഓഫ് ഇൻസ്റ്റബിലിറ്റി ഇൻ ദ ഇനീഷ്യൽ പീരീഡ് ആഫ്റ്റർ ബർത്ത് ഷോസ് ഇറ്റ്സ് റിയാക്ഷൻസ് വൈൽ അറ്റംപ്റ്റ്സ് ടു അഡ്ജസ്റ്റ് ദ ന്യൂ എൻവയോൺമെന്റ്. അങ്ങനെ പല രീതിയിലുള്ള സിംറ്റംസ് കുഞ്ഞിന് ഇൻസ്റ്റേബിൾ ആണ്, കുഞ്ഞ് സ്റ്റേബിൾ അല്ലാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള ആക്ഷൻസുകളും മൂവ്മെന്റ്സും കുഞ്ഞിൽ നിന്നുണ്ടാവും. എന്തിനാണ് കുഞ്ഞങ്ങനെ കാണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള റിയാക്ഷൻസ് വരുന്നത്? അവൻ എൻവയോൺമെന്റിനോട് ചെയ്ത് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റബിൾ ആയിട്ടുള്ള കുറെ സിംറ്റംസ് കുഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ കുഞ്ഞിന്റെ ഒരു നോർമൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു 3 kg ആയിരിക്കും. കുഞ്ഞിന്റെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കരയുന്നത്. പിന്നീട് അതിനുശേഷം കുഞ്ഞ് എന്ത് ചെയ്യുന്നു? സഡൻ പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഉണരുന്നു. ശ്വസന ഉണ്ടായിരുന്നു. പിന്നെന്താണ്? കുഞ്ഞ് തുമ്മാൻ തുമ്മുന്നു. പിന്നെ ജന്മത്തിന് ശേഷമുള്ള കുറെ സിംറ്റംസ് കുഞ്ഞ് കാണിക്കുന്നു. അത് പുതിയ ഒരു പരിസ്ഥിതിയോട് കുഞ്ഞ് പൊരുത്തപ്പെടുന്നതിന്റെ സിംറ്റംസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ഉള്ളവര് ഒന്നുകൂടി വായിച്ചു നോക്കാം കേട്ടോ. ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ഇന്ന് അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ക്വസ്റ്റ്യൻസ് നോക്കാം, നല്ല ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ചെയ്യണ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ മിസ്സിന് നോക്കി അറിയോ? അതൊക്കെ നോക്കിക്കോളാം. നിങ്ങൾ ആദ്യം നോക്ക് കേട്ടോ. ശരി, ഓക്കെ. സൈൻ ഔട്ട് ചെയ്യുന്നുണ്ടോ? സൈൻ ഔട്ട് ഉണ്ട് മാം. പറഞ്ഞോളൂ. I am Ashwati from Trivandrum. Good morning to all. This class is very graceful and interesting and informative.
So thank you, Adra Miss. We discussed about small part of Montessori life, period of ovum, period of the embryo, period of the fetus, period the baby at birth. To the quote, if we work with determination, we can achieve anything. APJ അബ്ദുൽ കലാം. അതായത് നമ്മൾ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിച്ചാൽ നമുക്ക് എന്തും നേടാനാകും. So thank you, ma'am. Okay, thank you. ശരി. Thank you, ma'am.